ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നിനാണ് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയം ഇന്നലെ സാക്ഷിയായത്. IPL ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ റണ്ണൊഴുകിയ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ 32 റൺസിന് കീഴടക്കി. നിന്നവരും വന്നുപോയവരുമായ ബാറ്റർമാരെല്ലാം അടിച്ചു തിമർത്തു. മുംബൈ ഹൈദരാബാദ് മത്സരത്തിൽ പിറന്നത് റെക്കോർഡുകളുടെ പെരുമഴ. ഹൈദരാബാദിന്റെ 278 റൺസിന്റെ റെക്കോർഡ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ 246-ൽ പൊരുതി വീണു. IPL ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മത്സരത്തിലാകെ 500 റൺസ് പിറക്കുന്നത്. ഏറ്റവും കൂടുതൽ സിക്സറുകൾ, രണ്ടാം ഇന്നിംഗ്സിൽ കണ്ട ഏറ്റവും വലിയ സ്കോർ എന്നീ റെക്കോർഡുകൾക്കും മത്സരം സാക്ഷിയായി. IPLലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ, 10ാം ഓവറിന് ശേഷം പിറന്ന കൂടുതൽ റൺസ്, വേഗതയേറിയ രണ്ടാമത്തെ 200 റൺസ് തുടങ്ങിയ റെക്കോർഡുകളോടെയാണ് ഹൈദരാബാദ് ഇന്നിംഗ്സ് പൂർത്തിയാക്കിയത്. 10 വർഷം മുമ്പ് പൂനെയ്ക്കെതിരെ RCB നേടിയ 263 റൺസായിരുന്നു ഇതുവരെയുള്ള ഉയർന്ന സ്കോർ. വെറും 7 ഓവറുകളിൽ തന്നെ ഹൈദരാബാദ് 100 കടന്നു. ഓപ്പണർ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും തുടങ്ങിവെച്ച വെടിക്കെട്ട് അവസാന ഓവറുകളിൽ ഹെൻറിച്ച് ക്ലാസൻ ഏറ്റെടുക്കുകയായിരുന്നു. മൂവരും അർദ്ധ സെഞ്ചുറി തികച്ച ഇന്നിംഗ്സിൽ മുംബൈ ബൗളർമാർ അമ്പേ പരാജയപ്പെട്ടു. 4 ഓവറുകളിൽ 36 റൺസ് വിട്ടു നൽകിയ ജസ്പ്രീത് ബുംറയാണ് തമ്മിൽ ഭേദമായത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇഷാൻ കിഷനും രോഹിത് ശർമ്മയും മിന്നും തുടക്കമാണ് മുംബൈക്ക് നൽകിയത്. തിലക് വർമ്മയും ടിം ഡേവിഡും നമൻധീറും വമ്പനടിക്ക് മുതിർന്നെങ്കിലും ഹൈദരാബാദ് ഉയർത്തിയ കൂറ്റൻ ലക്ഷ്യത്തിന് മുന്നിൽ വീണു. ജയത്തോടെ സൺറൈസേഴ്സ് പോയിന്റ് പട്ടികയിൽ 3ാമതെത്തി. ആദ്യ 2 മത്സരങ്ങളിലും തോറ്റ മുംബൈ 9ാമതാണ്. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.